ഇന്ന റബ്ബ വജയ്. ഓക്കെ സുബൈർക്ക, താങ്ക് യു സോ മച്ച്. ഫൈറോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അറബിയിൽ എഴുതിയിരിക്കുന്നത്. ചേട്ടത്തി ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്ക്. ഓക്കെ ഓക്കെ, ഞാൻ വന്നു. ഞാനും പറഞ്ഞ അറബിയിൽ എന്താ എഴുതിയേക്കണ എനിക്കറിയില്ല. അറബിയിലുള്ള അമ്മ വായിച്ചോളൂ, എനിക്ക് അറബി അറിയത്തില്ല. ഞാൻ അതൊന്നുമില്ല. ഫൈറോസ് അസ്സലാമു അലൈക്കും ഇന്ന വജയ്. ഓക്കെ ബ്രോ, ഫിംഗർ വെച്ച് വന്ന് എടുത്ത് എന്താണ് ചേട്ടൻ പറഞ്ഞേട്ടാ? നിനക്കറിയാൻ പാടാത്ത പോലെ അറബി ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു തരാം. വ്യക്തമൊന്നുമില്ല ചേട്ടത്തി. നെറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പറഞ്ഞോ. വീഡിയോ സ്റ്റക്ക് ആണ് കേട്ടോ ചേട്ടത്തിന്റെ, വീഡിയോ സ്റ്റക്ക് ആണ്. നീ പറഞ്ഞോ. ആണോ? ഓക്കെ. പക്ഷെ വോയിസ് ചില സമയത്ത് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ, ക്ലിയർ ആവുന്നില്ല ചിലത് പറയുമ്പോഴത്തേക്ക്. അതിപ്പോഴാണ് സംഭവം. അതായത് സംഭവം എന്താ പറയാ ഫിറോസെ, ഇപ്പൊ അറബിയിൽ എഴുതുമ്പോഴേ അതിൽ ഏതെങ്കിലും നിനക്കെന്തെങ്കിലും ഡൗട്ട് തോന്നി ഏതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നോട് വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ പറഞ്ഞു തരാട്ടാ. അത് മനസ്സിലായി. അത് അല്ല അപ്പോഴേ അന്ന് നിങ്ങൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്തോ എനിക്ക് വ്യക്തമായില്ല ബാച്ചേട്ടാ. ആ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്തോ മനസ്സിലായില്ല. ലാസ്റ്റ് എഴുതിയേക്കുന്നത് ഏതാ? അതല്ലേ നിന്നോടല്ലടാ, അതവൻ എന്നോട് പറഞ്ഞു. അത് ഞാനും അവനും തമ്മില് മുമ്പേ ഒരുമിച്ച്, ഞാനും അവൻ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയത്ത് അന്നത്തെ ഒരു കഥ പറഞ്ഞാണ് അവൻ. കേട്ടാ? അത് കാര്യാക്കണ്ട, അത് ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ വേറെ അങ്ങനെ തന്നെ ചെയ്തു, ഒന്നും നോക്കണ്ട. അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ കസിന് നല്ല ആരാவது ഒബ്രു പതുവെ താത്താക്ക് പേഴ്സണൽ ആശയമെല്ലാം ഒന്നിക്കെ തിരിക്കട്ടെ ഇല്ല അല്ലേ? കഞ്ഞൂടി കൊടുക്ക്, കഴിക്കട്ടെ. ക്ഷീണിച്ചാണ് ഭാഷ ചേട്ടൻ, വല്ലതും കഴിക്കാൻ കൊടുക്കുന്നു. ക്ഷീണിച്ചാണ്, കഷ്ടം. വല്ലതും കഴിക്കാൻ കൊടുക്ക, ക്ഷീണിച്ച തിന്നും പാടിയുന്നു. നല്ല എരിവുള്ള മുളക് കഴിച്ച് സംസാരിച്ചാ മതി, അറബിയാകും. പുഴുങ്ങിയ മുട്ടയെടുത്ത് വായിട്ട് സംസാരിച്ചാലും മതി, ചൂടുള്ള അല്ലേ? അത് ശരിയാ ബ്രോ. ഫിംഗർ വെച്ച് വന്ന് എടുത്ത് ഒറിജിനൽ വിസ ആണ് കൊടുത്തത്. ഫിംഗർ വെക്കുന്ന അവിടെ എൻ്റർ ആക്കും എന്നാണ് പറയുന്നത്, അത് ശരിയാണോ ബ്രോ? അങ്ങനെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ബ്രോ. കാരണം നമ്മൾ അവിടെ ഈ മെഡിക്കലിന് പോകുന്ന സ്ഥലത്ത് ഫിംഗർ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അൺഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്തോളൂ. തേമൽ എന്ന് പറയുന്നത് ഒരു മാറാ രോഗമോ കാര്യങ്ങളോ ഒന്നും അല്ല. പണ്ട് നമ്മൾ ഈ ഫിലിമിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു തരം സാധനമുണ്ട്, അത് മേടിച്ചുകൊണ്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും. ആ സാധനമാണ് നമ്മൾ ബോഡിയിൽ ഇതാക്കിയിട്ട് ഇത് മാറ്റുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അളവിൽ കൂടുതൽ ബോഡി ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോബ്ലം വരത്തുള്ളൂ. അതായത് നമ്മൾ നേക്കഡായിട്ട് നിർത്തിയിട്ടാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഈ മെഡിക്കൽ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മളെ ബോഡിയിൽ ഫുള്ള് ഡ്രസ്സ് മാറ്റിയിട്ടാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവരത് റെക്കഗ്നൈസ് ചെയ്യും, റിജക്ട് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ഒരുപാട് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ. ചേട്ടാ ഹായ് പറയുന്നുണ്ട് നീനു, വീണ്ടും ഹായ്. എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. നീനസ് പറയുന്നുണ്ട് എന്ത് മനസ്സിലായി? ഉരുളക്കിഴങ്ങ് കഴിച്ച് മലയാളത്തിൽ വായിച്ചാൽ മതി എന്ന് പറയുന്നത് ചിലങ്ക പറയുന്നുണ്ട്. ഓക്കെ. ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, വില കുറവാണ്, ഇവിടെ ആവശ്യം പോലെ കിട്ടുകയും ചെയ്യും. എന്നെ ടേസ്റ്റ് കാരണം കഴിച്ചും പോവുമല്ലോ. എല്ലാം നല്ല എരിവുള്ള സംസാരിച്ചാൽ മതി, അപ്പോൾ അറിയാകും. ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. എവിടെയായിരുന്നു ചേട്ടത്തി? ഇവരെയൊക്കെ കുറച്ച് നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് അടിച്ചെന്ന് പറയുന്നുണ്ട്. ചേട്ടന്റെ ഒക്കെ ബാക്കിയല്ലേ, അതും പറയും അപ്പുറം പറയും. ഇതൊക്കെ പ്രതീക്ഷിച്ചാ മതി. എനിക്ക് ചിരിക്കാൻ വയ്യ. ലൈക്ക് അടിച്ചു എന്ന് പറയുന്നത് സുബേർ, താങ്ക് യു സോ മച്ച് സുബേർ. ഇക്ക ഞാൻ ഇവിടെ വന്നു, ചേച്ചി ഇക്ക വിളിക്കാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം ഞാൻ അയച്ചു, ഇക്ക കണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് ആര്യ. നോട്ടിഫിക്കേഷൻ എന്തോ വന്നായിട്ട്. ഞാൻ ആ സമയത്ത് ഞാൻ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫേസ് വാഷ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ആര്യ. സോറി കേട്ടോ. എന്താന്ന് ചോദിക്കുന്നുണ്ട്? ഒന്നുമില്ല, കുട്ടിക്കൊന്നുമില്ല, അതാ നല്ലത് അല്ലേ? ഞാൻ